ആഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഷി വാസ് നോൺ ആസ് മാർഗരറ്റ് ആൻ ജോൺസൺ. അതായിരുന്നു പുള്ളിക്കാരിയുടെ ഒറിജിനൽ പേര്. പീപ്പിൾസ് പോയറ്റ് എന്നും അറിയപ്പെട്ടിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഭയങ്കര റോങ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയിരുന്നു. അമ്മയുടെ ബോയ് ഫ്രണ്ട് ഒരിക്കൽ അവളെ റേപ്പ് ചെയ്യാൻ ഇടയായി. അയാൾ പിന്നീട് ജയിലിൽ പോവുകയും പിന്നെ അയാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോ അവള് വിചാരിച്ചത് അവളുടെ വോയിസിന്റെ ആ സ്ട്രെങ്ത് കൊണ്ടാണ് അയാൾ മരിച്ചതെന്നാണ്. സോ അത് കഴിഞ്ഞ ഒരു 6 വർഷത്തേക്ക് പുള്ളിക്കാരി മ്യൂട്ടായിരുന്നു, ആരോടും സംസാരിച്ചിരുന്നില്ല. ഷീ വർക്ക്ഡ് ഫോർ ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി. ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് പുള്ളിക്കാരി വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു ഫേമസ് ഡയലോഗ് എപ്പോഴും പറഞ്ഞിരുന്നത്, ഇഫ് യു ക്യാരി ടു മച്ച് ബാഗേജ് യു കാൺ ഗോ എനിവെയർ. അതായത് നമുക്കിപ്പോ ഒരുപാട് ബാഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. പുള്ളിക്കാരി ഇവിടെ ബാഗേജ് എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ സങ്കടമാവാം, നമ്മുടെ ദേഷ്യമാവാം, നമ്മുടെ വിഷമായിരിക്കാം, അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പിന്നീട് പുള്ളിക്കാരി ഒരു ഡാൻസറായി, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയി, ഒരു ആക്ടിവിസ്റ്റ് ആയി, ഒരു സിംഗർ ആയി, ഒരു റൈറ്റർ ആയി, ഒരു എഡിറ്റർ ആയി, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. പിന്നീട് ഷി വർക്ക് അഗൈൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇതിലൊരു ഫേമസ് വർക്ക് പുള്ളിക്കാരിയുടെ ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ളതാണ്. ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാറ്റേൺ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന് മുന്നില് ഒരു ഓദർ പേജ് ഉണ്ട്. നമ്മൾ യൂഷ്വലി അത് വെറുതെ വായിച്ചു വിടും. അതിൽ നിന്നാണ് ഒബ്ജക്റ്റീവ്സ് മുഴുവൻ വരിക. ഓദറിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഓദറിന്റെ കിട്ടിയ അവാർഡ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അക്കോർഡിംഗ് ടു ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് കഴിഞ്ഞിട്ടും ഒരു പേജ് ഉണ്ട്, അത് നമ്മൾ വെറുതെ വിടും. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയത്തിന്റെ 2 മേജർ തീംസ് എന്ന് പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഡിസ്ക്രിമിനേഷനും ആണ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള വേർതിരിവ്. കറുത്ത വർഗ്ഗക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാര് അത്രയും ഭംഗിയില്ല, പൈസയില്ല, അവർ ക്രിമിനൽസ് ആണ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വേർതിരിവ്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ അത്ര ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല, ഇമോഷണൽ സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് പോയം ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഹിസ്റ്ററിയിൽ എഴുതി ചേർക്കുമായിരിക്കും നിങ്ങളുടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള നോണകളൊക്കെ പറഞ്ഞിട്ട്. യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചെളിക്കുഴിയിലേക്ക് എടുത്ത് ഇട്ടാലും ഞാൻ പൊടിയാണ്, ഞാൻ പൊങ്ങും, ഐ റൈസ്. ഡസ് മൈ സാസിനെസ് അപ്സെറ്റ് യു? സാസിനെസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്, ചീക്കി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. വൈ ആർ യു ബിസെറ്റ് വിത്ത് ഗ്ലൂം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നത്, ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്? കോസ് ഐ വാക്ക് ലൈക്ക് ഐ ഗോട്ട് ഓയിൽ വെൽസ്. ഞാൻ നടക്കുമ്പോൾ എന്തൊരു കോൺഫിഡന്റ് ആണ് എന്റെ നടത്തം. ഞാൻ ഓയിൽ വെൽസ്, എണ്ണ കിണറുകൾ എന്റെ ലിവിംഗ് റൂമിൽ പമ്പ് ചെയ്യാന്നുള്ള മട്ടിലാണ്, അത്രയും കോൺഫിഡന്റ് ആണ് ഞാൻ. ജസ്റ്റ് ലൈക്ക് മൂൺസ് ആൻഡ് ലൈക്ക് സൺസ്. ഞാൻ സൂര്യനാണ്, ഞാൻ ചന്ദ്രനാണ്. വിത്ത് സെർട്ടനിറ്റി ഓഫ് ടൈഡ്സ്. വേലിയേറ്റം പോലെയാണ് ഞാൻ. അതായത് ഞാൻ സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയാണ്, വേലിയേറ്റം പോലെയാണ് ഞാൻ. ജസ്റ്റ് ലൈക്ക് ഹോപ്പ് സ്പ്രിങ്ങിങ് ഹൈ. ഹോപ്പ് പോലെ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. സ്റ്റിൽ ഐ റൈസ്. ഞാൻ പൊടിയാണ്, ഞാൻ വായുവാണ്. സ്റ്റിൽ ഐ റൈസ്. ഡിഡ് യു വോണ്ട് ടു സീ മീ ബ്രോക്കൺ? അതായത് ഞാൻ ഹാർട്ട് ബ്രോക്കൺ ആയി കിടക്കുന്നതാണോ നിങ്ങൾക്ക് കാണേണ്ടത്? ബൗഡ് ഹെഡ് ആൻഡ് ലോവേർഡ് ഐസ്. എന്റെ തല താത്തി, കണ്ണ് താത്തി. ഷോൾഡേഴ്സ് ഫാളിംഗ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ്. അതായത് കണ്ണുനീർത്തുള്ളി പോലെ എന്റെ ഷോൾഡർ താഴത്തേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടത്. വീക്കെൻഡ് ബൈ മൈ സോൾഫുൾ ക്രൈസ്. എന്റെ ആത്മാവിന്റെ തേങ്ങലാണോ നിങ്ങൾക്ക് കാണേണ്ടത്? ഡസ് മൈ ഹോട്ടിനെസ് ഒഫെൻഡ് യു? എൻ്റെ ഈ എറഗൻസ്, സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഡോണ്ട് യു ടേക്ക് ഇറ്റ് ഓഫുൾ ഹാർഡ്. നിങ്ങളത് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുകയേ വേണ്ട. കോസ് ഐ ലാഫ് ലൈക്ക് ഐ ഹവ് ഗോട്ട് ഗോൾഡ് മൈൻസ്. എൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ ഗോൾഡ് മൈൻസ് എൻ്റെ ബാക്ക് യാർഡിൽ ഡിഗ് ചെയ്യുന്ന അത്രയും സന്തോഷത്തിൽ, അത്രയും കോൺഫിഡൻ്റ് ആണ് ഞാൻ. യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ ഷൂട്ട് ചെയ്യാം. യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ കട്ട് ചെയ്യാം. യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്. നിങ്ങളുടെ ആ ഒരു ഹേറ്റ്രഡ് കൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ റൈസ്. ഞാൻ വായുവാണ്, ഞാൻ പോകും. ഡസ് മൈ സെക്സിനെസ് അപ്സെറ്റ് യു? എൻ്റെ ഒരു ലൈംഗികത അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് കം ആസ് എ സർപ്രൈസ്? അതൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ദാറ്റ് ഐ ഡാൻസ് ലൈക്ക് ഐ ഹവ് ഗോട്ട് ഡയമണ്ട്സ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് മൈ തൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സെക്ഷൽ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഡയമണ്ട് എൻ്റെ തൊടയുടെ ഇടയിലാണെന്നുള്ള അത്രയും കോൺഫിഡൻസിലാണ് ഞാൻ സെക്ഷലി.
അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഔട്ട് ഓഫ് ദ ഹട്ട്സ് ഓഫ് ഹിസ്റ്ററി ഷെയിം ഐ റൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് അമേരിക്കന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഷെയിംഫുൾ ഹിസ്റ്ററിയാണ്. അപ്പ് ഫ്രം എ പാസ്റ്റ് ദാറ്റ്സ് റൂട്ടഡ് ഇൻ പെയിൻ ഐ റൈസ് എന്ന് പറഞ്ഞാൽ ആ പെയിൻഫുൾ പാസ്റ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഉയരുവാണ്. ഐ എം എ ബ്ലാക്ക് ഓഷ്യൻ. അപ്പോൾ ബ്ലാക്ക് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ബ്ലാക്ക് ഓഷ്യൻ ഒരു കറുത്ത കടലാണ്. ലീപ്പിംഗ് ആൻഡ് വൈഡ്, വെല്ലിംഗ് ആൻഡ് സ്വെല്ലിംഗ് ഐ ബെയർ ഇൻ ദ ടൈഡ്. ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു ഉയരുകയാണ്. ലീവിംഗ് ബിഹൈൻഡ് നൈറ്റ്സ് ഓഫ് ടെറർ ആൻഡ് ഫിയർ ഐ റൈസ്. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു പാസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉയരുകയാണ്. ഇൻ ടു എ ഡേ ബ്രേക്ക് ദാറ്റ്സ് വണ്ടർസ്ലി ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരു തെളിച്ചവും വെളിച്ചവും ഉള്ളൊരു പകലിലേക്ക് ഞാൻ ഉയരുകയാണ്. ബ്രിങ്ങിങ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് മൈ ആൻസസ്റ്റേഴ്സ് ഗേവ്. എൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് തന്നേക്കുന്ന ആ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടാണ് ഞാൻ വരുന്നത്. ഐ ആം ദ ഡ്രീം ആൻഡ് ദ ഹോപ്പ് ഓഫ് ദ സ്ലേവ്. ഒരു സ്ലേവ്, ഒരു സെർവൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ബ്ലാക്കിന്റെ ഡ്രീമാണ് ഞാൻ, ഹോപ്പാണ് ഞാൻ. ഐ റൈസ്, ഐ റൈസ്, ഐ റൈസ്. ഞാൻ ഉയരും, ഉയരും, വീണ്ടും വീണ്ടും ഉയരും. സോ ടു കൺക്ലൂഡ്, ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും. പക്ഷെ കേരളത്തിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പീപ്പിൾ ആർ സോ ലിറ്ററേറ്റ്, പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്. ഈ സംഘർഷം പോകുന്നത് മുഴുവൻ മനസ്സിന്റെ ഉള്ളിലാണ്. സോ ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു പോയം ഇത് കഴിഞ്ഞിട്ട് വെൻ പീപ്പിൾ ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ്, അറ്റ്ലീസ്റ്റ് ദെൻ നമ്മുടെ ഹാർട്ട്സ് എല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ഡസ്റ്റായിട്ടും എയറായിട്ടും ഉയരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് ദ പ്രൈമറി ഇമോഷൻ ഓർ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്ഡ് ബൈ ദ സ്പീക്കർ ത്രൂ ഔട്ട് ദ പോയം? ഈ പോയത്തിൽ മുഴുവൻ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന എലിമെൻ്റ് ഓഫ് expression? The primary emotion or attitude expressed by the speaker throughout the poem is defiance in the face of oppression. തിരിച്ചടി. The poem presents the bold defiance of the speaker. സ്പീക്കർ ഭയങ്കര ബോൾഡ് ആണെന്ന് നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ മനസ്സിലാവും. ഭയങ്കര തിരിച്ചടിയാണ് ഉദ്ദേശിക്കുന്നത്. The speaker is a black woman in the face of oppression. ഓപ്പറേഷൻ ഡീൽ ചെയ്യുന്ന, എല്ലാ ദിവസവും ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരു ബ്ലാക്ക് വുമനെയാണ് ഈ പോയത്തിൽ കാണിക്കുന്നത്. Identify two similes used in the poem and explain their significance. Simile എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം? One simile in the poem is but still like dust I'll rise. ഈ സെന്റൻസിൽ ലൈക്ക് എന്നുള്ള വാക്കുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സിമിലി ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് I'll rise. ഞാൻ അപ്പോഴും പൊടിയാണ്, ഞാൻ ഉയരും. Another one is shoulders falling down like teardrops. ലൈക്ക് എന്നുള്ള വാക്കോടെ വന്നു, സോ അത് സിമിലിയാണ്. ഷോൾഡേഴ്സ് കണ്ണുനീർ തുള്ളി പോലെ താഴത്തേക്ക് വീഴുന്നു. Both of these similes emphasize the speaker's resilience and inner strength. സ്പീക്കറിന്റെ ഇന്നർ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. റെസിലിയൻസ്, അതായത് പവർ ടു കം ബാക്ക്, റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരാൻ. What does the phrase still I rise symbolize in the context of resilience? ഈ സ്റ്റിൽ ഐ റൈസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഫ്രേസ് സ്റ്റിൽ ഐ റൈസ് കൺവേസ് ദ പവർ ഓഫ് ബ്ലാക്ക് റെസിലിയൻസ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ട്രയംഫ്. അതായത് ജയത്തിനെ കുറിച്ചാണ് ഈ പോയം, തോൽവിനെ കുറിച്ചല്ല. ദിസ് ക്രിയേറ്റ്സ് എ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഹേറ്റ്ഫുൾ ആക്ഷൻസ് ഓഫ് ദ വൈറ്റ് പാട്രിയാർക്കൽ സൊസൈറ്റി അറൌണ്ട് ദ സ്പീക്കർ. റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് ഈ പോയം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അതായത് വെളുത്ത വർഗ്ഗക്കാര് കറുത്ത വർഗ്ഗക്കാരെക്കാൾ ഭംഗി കൂടുതലാണ്, പൈസയുണ്ട്, ക്രിമിനൽസ് അല്ല, ബ്ലാക്സ് ക്രിമിനൽസ് ആണ്, പോവേർട്ടി റിഡൻ ആണ്. ആ ഒരു തീമാണ് ഈ പോയത്തിൽ ഉടനീളം. ഷീ സഫേഴ്സ് അറ്റ് 2 levels, ആസ് എ ബ്ലാക്ക് ആൻഡ് ആസ് എ വുമൺ. അതായത് ഒന്നാമത് ഈ സ്ത്രീ പെണ്ണാണ്, രണ്ടാമത് ബ്ലാക്ക് ആണ്, രണ്ടും കൂടി ആയപ്പോൾ തീരുമാനമായി. ബട്ട് ഷീ വിൽ നോട്ട് ഗിവ് അപ്പ്. ഈ പോയം മുഴുവൻ അങ്ങനെയാണ്, ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല ഈ സ്ത്രീ. ഷീ ഈസ് ഡിറ്റർമിൻ ടു റൈസ് അബവ് ഓൾ അഡ്വേഴ്സിറ്റീസ്. എല്ലാ പ്രശ്നങ്ങളുടെയും മീതെ കടന്ന് രക്ഷപ്പെടാനാണ് ഈ സ്ത്രീ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ എം ദ ഡ്രീം ആൻഡ് ദ ഹോപ്പ് ഓഫ് ദ സ്ലേവ്. അതായത് ഒരു സ്ലേവിൻ്റെ ഹോപ്പും ഡ്രീമും ഞാനാണ് എന്ന് ഈ പോയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ലേവറി വാസ് റാംപന്റ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ ഭയങ്കര കോമൺ ആണ് സ്ലേവറി. ദി ആൻസിസ്റ്റേഴ്സ് ഓഫ് ദ പോയറ്റ് വർ സ്ലേവ്സ്. ഈ പോയറ്റിൻ്റെ ആൻസിസ്റ്റേഴ്സ് സ്ലേവ്സ് ആയിരുന്നു. They had their hopes and dreams for freedom and equality. അവർക്ക് ഫ്രീഡമും ഈക്വാലിറ്റി ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. But they failed. The new generation
represented by the speaker will accomplish what the slave ancestors were unable to do. ആ സ്ലേവ്സിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ജനറേഷന് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നു. In what ways does the poem challenge the societal norms concerning femininity? ഫെമിനിറ്റിനെ കുറിച്ച് ഈ പോയത്തിൽ എന്താണ് പറയുന്നത്? The poem Still I Rise by Maya Angelou challenges the societal norms concerning femininity. The society insults women, especially black women. അതായത് പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യാണ് ഈ സൊസൈറ്റി ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബ്ലാക്ക് വിമന്. ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ത്രൂ ബിറ്റർ ലൈസ്, ഭയങ്കര നോണകളിലൂടെ. അതാണ് ഈ തുടക്കം തന്നെ പോയത്തിൽ പറയുന്നത്. The society may have the power to trample women, crushing them into the dirt. അതായത് you crushed me into the dirt എന്നൊക്കെ തുടക്കം പറയണതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. But they will rise up from the ground just like dust rises from the earth. പക്ഷെ പെണ്ണുങ്ങൾ സ്ട്രോങ് ആണ്, ബ്ലാക്ക് പെണ്ണുങ്ങൾ സ്ട്രോങ് ആണ്, അവർ പറന്നു വരും. She will rise in all circumstances. എല്ലാ സർക്കംസ്റ്റൻസസിൻ്റെയും മീതെ ഉയരും. She rises like the tides with high hopes. വേലിയേറ്റത്തിനെ പോലെ കയറി വരും, ഹോപ്പ് പോലെ കയറി വരും. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. The poem challenges all of this. കുറേ കാര്യങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ ഈ പോയത്തിൽ ഈ ബ്ലാക്ക് സ്ത്രീ ഒപ്പോസ് ചെയ്ത് പോകുന്നതും കടന്നു പോകുന്നതോ കാണിക്കുന്നത്. How does the poem address the historical struggle of marginalized people? അതായത് സമൂഹത്തിൻ്റെ പുറംതട്ടി കിടക്കുന്ന ആൾക്കാർ, ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ, അവരെക്കുറിച്ചാണ് ഈ പോയത്തിൽ മുഴുവൻ. The poem Still I Rise by Maya Angelou addresses the historical struggle of marginalized people. The ancestors of Maya Angelou were slaves. അതായത് ഈ സ്ത്രീയുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് സ്ലേവ്സ് ആണ്. They too had their hopes and dreams. അവർക്കും ഉണ്ടായിരുന്നു ഹോപ്പ്, അവർക്കും ഉണ്ടായിരുന്നു ഡ്രീംസ്. But they could not realize them. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. They failed in their efforts. Even their contributions to the society were ignored and they were marginalized. അവരെ മാറ്റി നിർത്തപ്പെട്ടു എപ്പോഴും. Women were the worst victims as they suffered in two ways. As blacks and as women. പെണ്ണുങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ്, കാരണം പെണ്ണും ആണ് ബ്ലാക്കും ആണ്. But the poet is not willing to accept the white patriarchs. ഇതിൻ്റെ അകത്തുള്ള പോയിറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. She refuses to be defined by the injustice of the past. അതായത് ഇൻജസ്റ്റിസസും ഇൻഇക്വാളിറ്റിക്ക് അഗേൻസ്റ്റ് ആണ് പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുന്നത്. Instead, she celebrates her strength, self-worth, ability to overcome. അവൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യാണ്. Her repeated refrain, I rise, emphasizes her determination to transcend oppression and reclaim dignity. ഇടയ്ക്കിടയ്ക്ക് ഐ റൈസ് എന്ന് വരുന്നത് അതിൻ്റെ ഒരു അർത്ഥമാണ്. റിജക്റ്റിംഗ് വിക്ടിംഹുഡ് ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഓഫ് സബ്മിഷൻ. അതായത് ബ്ലാക്സ് ഒപ്രസ്ഡ് ആവാനുള്ള ആൾക്കാരല്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, വിമൻ, അതായത് ബ്ലാക്ക് വിമൻ ഒരിക്കലും പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ഈ പോയത്തിൽ കൂടെ ഈ പോയറ്റ് പറഞ്ഞു വെക്കുന്നത്. അടുത്തത് എസ്സേ. ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ഒരു വീഡിയോയുടെ തുടക്കം പവർ പോയിന്റിലായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബോഡിയും കൊടുത്തിട്ടുണ്ട്. സോ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും യൂസ് ചെയ്യാം. ജസ്റ്റ് ഗിവിങ് യു എ ഹെഡ്സ് അപ്പ്. ഓക്കെ, തുടങ്ങാം. The poem emphasizes resilience and empowerment in the face of oppression, celebrating the strength and determination of the speaker to rise above historical injustice and personal struggles. അതായത് പോയിട്ട് ഒരു ഫൈറ്റാണ് നടത്തുന്നത്. ഓപ്പറേഷൻ്റെ അഗേൻസ്റ്റ് പോയി ഫൈറ്റ് ചെയ്ത് ബ്ലാക്ക് വിമന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഈ പോയത്തിലൂടെ കാണിക്കുന്നു. സോ അതാണ് എസ്സേ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ചെയ്തു, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം, ബ്ലാക്ക് വിമൻ എവിടെ വരെ പോകണം. അപ്പോൾ ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആ ഇൻട്രൊഡക്ഷനിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവണം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവണം, പിന്നെ ബോഡി പോയം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ കൺക്ലൂഷൻ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് the speaker's portrayal of herself with the implied portrayal of her oppressors in Still I Rise. Still I Rise എന്ന് പറഞ്ഞ ഈ പോയത്തിൽ ഈ പോയറ്റും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്നുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. മായ ആഞ്ചലോയുടെ Still I Rise ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.